നിങ്ങളെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ചെയ്തോ കിഡ്നി പോയ ആൾ ഇപ്പോൾ എല്ലാ ചാനലും കൊടുക്കാം. നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, കോടതിയിൽ ഇപ്പം കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ഹെർബൽ ലൈഫിൻ്റെ ഫുഡ് കഴിച്ചിട്ട് കുറേ പേര് ഹോസ്പിറ്റലായി, കിഡ്നി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ന്യൂട്രീഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് ബാൻ ചെയ്യുന്നില്ല, ഇതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? അപ്പോൾ എന്താണ് ഈ ന്യൂട്രീഷൻ സെൻറ്ററിൽ പരിപാടി നമുക്കൊന്ന് അന്വേഷിക്കാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒരു ന്യൂട്രീഷൻ സെൻറ്റർ വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളിപ്പോൾ തളാപ്പിലെ കണ്ണൂർ ന്യൂട്രീഷൻ സെൻ്ററിലാണ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഹെർബൽ ലൈഫിനെ കുറിച്ച് സോഷ്യൽ മീഡിയ തുറന്ന ഹെർബൽ ലൈഫിനെ കുറിച്ച് കേൾക്കുന്നത്. ഇത് കഴിച്ചാൽ കിഡ്നി പോകും, ഇത് കഴിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫുഡ് ബാൻ ചെയ്യാത്തത്? അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് നിങ്ങൾ ഈ സെന്ററിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നല്ല രീതിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്, എന്താണ് ഇപ്പം ഇവിടെ ട്രീറ്റ്മെന്റ്സ് ആണോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഞാൻ എന്നൊന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സുജേഷ് എന്നാണ്. പേര് മാത്രമല്ല, ഞാനും സുജേഷ് തന്നെയാണ്. അപ്പോൾ വയസ്സൊരു 39 ആയിട്ടുണ്ട്. ഒരു 4.5 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ട്രാവൽ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങാനുണ്ടായ കാരണം വേറൊന്നുമില്ല, ആ 4 വർഷം മുന്നേ വരെ അതിന് ശേഷം ഒരു 2 വർഷം കൂടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വർഷം ഞാൻ ഇംഗ്ലീഷ് ഫാർമസി നടത്തുന്ന ഒരാളായിരുന്നു. അതിൽ അവസാനത്തെ 10 വർഷം എൻ്റെ സ്വന്തം ഫാർമസി ആയിരുന്നു. അപ്പോൾ ആ ഫാർമസി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് യൂറിക് ആസിഡ് കൊളസ്ട്രോൾ വന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിവുണ്ട്. കാരണം ഞാനൊരു ഗുളിക സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കൊണ്ടുപോകണം. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് യൂറിക് ആസിഡ് കൊളസ്ട്രോൾ ഒക്കെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ മറിച്ച് ആലോചിക്കേണ്ടി വന്നു. കാരണം ആവശ്യക്കാരൻ ഞാനായി. മറ്റെനിക്ക് എന്ത് ചെയ്താൽ മതി, ഫാർമസിയിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ഡോക്ടറെ കൊടുന്ന് മരുന്ന് കൊടുത്താൽ മതി. പക്ഷെ ഞാനും ആ ഒരു സ്റ്റിക്കറിലേക്ക് വരും, രോഗി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് കിടക്കണം. അപ്പോൾ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ, ഇംഗ്ലീഷ് ഫാർമസിയിൽ ജോലി ആയതുകൊണ്ട് തന്നെ, 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓരോന്ന് സൈഡ് എഫക്റ്റ് ആയിട്ടോ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ കഴിക്കേണ്ടി വരുന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ മറുപടി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഇതുപോലത്തെ ഒരു റൂമിനകത്ത് ഒരു 4 വർഷം മുന്നേ ചെന്ന് പെട്ടത്. എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ ഒരു മാഷും ടീച്ചറുമാണ്. അവരാണ് എനിക്ക് ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഈ തെറ്റാണ് അല്ലെങ്കിൽ ജീവിതശൈലി തെറ്റിയത് കാരണമാണ് ഈ അസുഖം വരുന്നത്. എനിക്ക് അറിയാം, പക്ഷെ അത് എങ്ങനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ 4 വർഷം മുന്നേ നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് ഈ ഫുഡിനെ കുറിച്ച് അറിയുന്നത്. അതെ, 4 വർഷമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് ഞാൻ ഈ ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്നവരെ, ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഞാൻ ഇത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ കൊടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ അങ്ങനെ എന്താണ്? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുന്ന എന്തും ക്വാളിഫിക്കേഷൻ വേണം? വേണ്ടല്ലോ. ഇപ്പോൾ ഇത് ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം എൻ്റെ വീടായിട്ട് തന്നെ കണക്കൂട്ടാം. ഇവിടെ വരുന്ന ഇപ്പം വൈശാഖ് വന്നാലും എനിക്ക് വൈശാഖിന് ഒരു ഭക്ഷണം തരുന്നതിന് ഇപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. വൈശാഖിൻ്റെ വീട്ടിൽ ഞാൻ വന്നു, വൈശാഖിൻ്റെ വീട്ടിൽ ചായ ഉണ്ടാക്കിയാൽ പായസം ഉണ്ട്, പാൽപ്പായസം, എനിക്ക് തരുന്നതിന് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ? വേണ്ട, അത് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കാൻ അറിയാം, അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് വെയിറ്റ് കൂടാനും വെയിറ്റ് കുറയാനും അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. അതിനത് ഇത്തരം പ്രവർത്തികൾക്ക് ഉപയോഗിച്ചിട്ട് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ആധികാരികമായ ഒരു ബോധം ഇല്ലാതെ ഇത് മറ്റുള്ളവർ കൊടുത്താൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എൻ്റെ ഒരു അറിവ് പ്രകാരം കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പ്രകാരം, അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കയ്യിലേക്ക് ഒരു ബാച്ച്, ഇപ്പൊ ഏതൊരു സാധനത്തിനായിക്കോട്ടെ, നമ്മൾ ഈ ഒരു ഫുഡിന്റെ ഒരു ബാച്ച് എത്തുന്നപ്പോൾ 150 ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് അതിന്റെ കയ്യിൽ ഫുഡ് എത്തുന്നത്. ഇതൊരു മെഡിസിൻ അല്ലല്ലോ, ഇതൊരു ഫുഡാണ്. ഇത് മെഡിസിൻ അല്ല. കാര്യം ഇത് എനിക്ക് മെഡിസിൻ വെക്കാനുള്ള ലൈസൻസ് ഇല്ലാതെ ഞാൻ അവിടെ കട്ട് ചെയ്തു. ഫാർമസിയിലെ ഡ്രഗ് ലൈസൻസ് ഒക്കെ കട്ട് ചെയ്തു. ആ സ്ഥാപനമേ ഞാൻ ക്ലോസ് ചെയ്തിട്ട് 2.5 വർഷമായി. അപ്പൊ നിങ്ങളൊരാൾ വന്നാൽ എന്താ ചെയ്യുന്നത്? ഇവിടെ പ്രോഗ്രാം എങ്ങനെയാണ്? ഒരാൾ വന്നാൽ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ആളുടെ ഭക്ഷണ രീതിയാണ് ആദ്യം പരിശോധിക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻ ബോഡിക്ക് നിലവിൽ വേണ്ടുന്നത് 40% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീൻ, 30% ഗുഡ് ഫാറ്റ് ആണ് വേണ്ടത്. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ, ഇപ്പം ഞാൻ അയാൾ ഈ കമന്റിലേക്ക് വരുന്നതിന് മുമ്പേ കഴിച്ചുകൊണ്ടിരുന്നത് 95% കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. ഇപ്പോൾ രാവിലെ പുട്ടും കടലയും, ഉച്ചക്ക് ചോറ് സാമ്പാറും, രാത്രി വീണ്ടും ഒന്നിക്കൽ രാവിലത്തെ പുട്ടും കടലയും അല്ലെങ്കിൽ ഉച്ചക്കത്തെ ചോറ് സാമ്പാറും. ഇതാണല്ലോ നമ്മുടെ രീതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി. ഇത്രയും സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് 95, ഏകദേശം 90+ കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് ഇത്രയും നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വരുന്ന ഏതൊരാളുടെയും ഈറ്റിംഗ് ഹാബിറ്റ്, ഭക്ഷണശീലം, ജീവിത രീതി, ഇതാണ് ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഗുഡ് ന്യൂട്രീഷൻ, പോഷകാഹാരം, നമ്മുടെ ശരീരത്തിലെ തലമുടി മുതൽ കാലിൻ്റെ നഖം വരെ, ഹെഡ് ടു ടോ എന്തൊക്കെ വേണം, അത് ഒപ്റ്റിമൽ ലെവലിൽ പാക്ക് ചെയ്താണ് നമ്മുടെ കമ്പനിയുടെ ഫുഡ്.
അത് കൊടുക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. അല്ലാതെ ഇത് മാത്രം രാവിലെ ഉച്ച വൈകുന്നേരം വീട്ടിലിരുന്ന് പകട്ട് നിറയെ കലക്കി കുടിച്ചാലൊന്നും സംഭവിക്കില്ല. ഒരു റിസൾട്ടും ഒരാൾക്കും ഉണ്ടാവില്ല. ഓക്കെ. അപ്പം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ പ്രോഗ്രാം കയറി വരുമ്പോൾ കണ്ടു, ഭാരം കൂടുതലാണോ ഭാരം കുറവാണോ, ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥാപനം എന്നാണ്. അപ്പം അതെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ഇതേ ഫുഡ് തന്നെയാണ് നമ്മൾ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസിനും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചാൽ എന്താവില്ല, വെയിറ്റ് കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. കാരണം കഴിഞ്ഞ 4 വർഷം ഞാൻ ഈ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം ഞാനൊരു 10 കിലോ മാത്രമേ ഉണ്ടാവും, ചിലപ്പോൾ 5 കിലോ ഉണ്ടാവും, നടക്കില്ലല്ലോ. അപ്പൊ ഇതല്ല വെയിറ്റ് കൂട്ടുന്ന വെയിറ്റ് കുറക്കുന്ന സാധനം. വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ആളുകൾ പറയുന്നത് ഇത് വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് കെമിക്കൽ ചേർത്തുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞത്. അപ്പൊ വെയിറ്റ് ഗെയിനും ഇതേ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും സംഭവിക്കുന്നത് നിങ്ങൾ നോർമൽ ഫുഡില്ല. കാരണം നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് 100 കിലോ ഉണ്ട്, ഇത് കഴിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഇതുവരെ. പിന്നെ എങ്ങനെയാ 100 കിലോ വെയിറ്റ് ആയി? നിങ്ങൾ നോർമൽ ഫുഡില്ല. അപ്പൊ വെയിറ്റ് ഈ സാധനം കഴിച്ചാൽ വെയിറ്റ് കുറവില്ല എന്ന് പറയാനുള്ള കാരണം ഈ സാധനം നിങ്ങൾ എത്ര കാലം കഴിക്കുന്നോ. ഇപ്പൊ ഞാൻ 4 വർഷം കഴിച്ചില്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ വെയിറ്റ് കുറക്കുന്ന സാധനം. കലോറി മാനേജ്മെന്റാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ രാവിലെ ഒരു 4 ഇഡ്ഡലി, ചട്നി, സാമ്പാർ, ഒരു ചായ കഴിക്കുന്നതിന് ഒരു 600-700 ചിലപ്പോൾ 1000 കലോറി വരെ കയറും. പക്ഷെ ഈ ഒരു ഗ്ലാസ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും ന്യൂട്രീഷനും നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. പക്ഷെ 250 കാലറിയിൽ നമ്മൾ ഒരു നേരത്തെ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ ഉള്ളിലായി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാം. ഇതാണ് എന്റെ കഴിഞ്ഞ 4.5 വർഷമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ അടങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എണ്ണിപ്പുറക്കി പഠിക്കാനൊന്നും പോയിട്ടില്ല. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ബോഡിക്ക് ഒരു മനുഷ്യന് വേണ്ടുന്ന എസെൻഷ്യൽ ന്യൂട്രിയൻ, അതായത് പ്രോട്ടീൻ ഉണ്ട്, വിറ്റാമിൻസ്, മിനറൽസ് ഉണ്ട്, മൈക്രോ ഫൈബർ ഉണ്ട്, ഹെർബ്സ് ഉണ്ട്. ഇത്തിരി സാധനം ഇതിനകത്തുണ്ട്. അപ്രോക്സിമേറ്റ്ലി 18 to 22 ഒരു 22ഓളം വിറ്റാമിൻസ് ഇതിനകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 9 മണിക്ക് കഴിക്കുകയാണെങ്കിൽ ഒരു 12 മണി വരെ എനിക്ക് ഓടേണ്ടതായ എനർജി ഇതിനകത്ത് കിട്ടും. ഇപ്പൊ കഴിഞ്ഞ 4.5 വർഷമായിട്ട് നിങ്ങൾ ഫാമിലി ഇത് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഒരുപാട് പേര് ഇരുന്നിട്ട് കാണുന്നുണ്ട്. ഇവരൊക്കെ അസുഖമായിട്ട് ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ അസുഖിക്കുന്ന ആൾക്കാരോ ഭാരക്കൂടുതലോ അങ്ങനെ ഒരു ഡിസ്ക്ലൈമർ പോലെ ഒരു സംഭവം കൊടുത്തത്. എന്നിട്ട് ഈ റൂം നിറയെ ആൾക്കാരാണ് കയറി വരുന്നത്. ഞാൻ വന്ന എല്ലാവർക്കും ആദ്യം കാണിച്ചിട്ടുള്ളത് ഈ ബോർഡ് തന്നെയാണ്. അപ്പൊ ഈ ബോർഡ് വായിച്ചിട്ട് മനസ്സിലായത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇരിക്കുന്നത്, അവരെന്നെ തീരുമാനിക്കണം. മലയാളത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്, വേറെ ലാംഗ്വേജ് അല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ് എഴുതി വെച്ചിട്ടുള്ളത്. കാര്യം ഇവിടെ അങ്ങനെ ഒരു സാധനം ചെയ്യുന്നില്ല. ഇപ്പൊ ഈ നിങ്ങൾ പറഞ്ഞ സെയിം കാര്യം ഇവരെല്ലാം കേട്ടിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നിരുന്നു, ഷേക്ക് കുടിക്കുന്നു വെയിറ്റ് കുറയുന്നു, ഷേക്ക് കുടിക്കുന്നു വെയിറ്റ് കൂടുന്നു, ഷേക്ക് കുടിക്കുന്നു കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയുന്നു. സാധ്യമല്ല അത്. അപ്പൊ 4 വർഷമായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ മുന്നേ നിങ്ങൾ വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പൊ ഈ കമ്പനി വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഈ കമ്പനി ഞാനിപ്പോ അടുത്താണ് ഇതിനെ കുറിച്ച് അറിഞ്ഞോട്. നിന്നെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ വൈറൽ ആയപ്പോഴാണ് ഇതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചത്. അപ്പൊ ഇതിപ്പോ കമ്പനി സ്റ്റാർട്ട് ആയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇന്ത്യയിലാണോ ഇത് തുടങ്ങിയത്? എങ്ങനെയാണ്? ഇപ്പോ ഇന്ത്യയിലല്ല, കമ്പനി തുടങ്ങിയത് US-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 45 വർഷമായിട്ടും ഈ കമ്പനി ലോകത്ത് 95 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 45 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. 45 വർഷമായിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും അറിയില്ല. കാരണം നമുക്ക് പരസ്യമുള്ള സാധനം മാത്രമേ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞോളൂ. പരസ്യം നമുക്ക് ടിവിയിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പരസ്യ കമ്പനിക്കാരെയും നമുക്കറിയാം. കാര്യം ഒരു കുഞ്ഞ് ജനിച്ചാൽ 1 വയസ്സാകുമ്പോൾ തന്നെ ടിവിയിലേക്ക് കണ്ടു നോക്കി തുടങ്ങും. ഞാനിപ്പോ എനിക്ക് ഒരു 40 വയസ്സാണ്. ഈ 40 വയസ്സിൽ ഞാൻ ടി വി കാണുന്ന ആളാണെങ്കിൽ എല്ലാ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഫുഡും അല്ലെ ഭക്ഷണവും എന്ത് സാധനം ഇവിടെ എനിക്ക് അറിയാൻ വേണ്ടി പറ്റും. ബ്രാൻഡൊന്നും ഞാൻ പറയുന്ന എല്ലാ സാധനവും ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു ഫുഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്, ഇത് ഇന്നലെ വന്ന സാധനമാണ്, നാളെ പോകും. പക്ഷെ ഇന്നലെ വന്നതല്ല. 45 വർഷമായിട്ടും വേൾഡ് മാർക്കറ്റിലുണ്ട്, 95 രാജ്യങ്ങളിൽ. പക്ഷെ ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷം ആയിട്ടുള്ളൂ. ഇത്രയും നെഗറ്റീവ്സ് ഈ കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ 45 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ എന്നിട്ട് ഇവർക്ക് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇല്ല, ഞാൻ കേട്ടിട്ട് 4 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ 4.5 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ ഉണ്ട്? ഇല്ല, ഈ സ്ഥാപനമായിട്ട് ഇവിടെ വന്നിട്ട് 2.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 2.5 വർഷത്തിനിടയ്ക്ക് ഇത് കഴിച്ചിട്ട് കിഡ്നി പോയ ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? കിഡ്നി പോയ ആൾക്കാരുണ്ട് ഇവിടെ. കിഡ്നി പോയ ആൾക്കാരുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നുണ്ട്? നിങ്ങൾക്ക് എത്ര കേസൊന്നും വന്നില്ലേ? ഇപ്പോ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ തന്നെ പറയാണ് കിഡ്നി പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുണ്ടല്ലോ, ചെയ്തോ. അപ്പൊ നിങ്ങൾ ആരോടുത്ത് വേണമെങ്കിലും പറഞ്ഞാൽ ഇവിടുന്ന് വന്നിട്ട് ഫുഡ് കഴിച്ച ഒരാളുടെ കിഡ്നി പോയി, കിഡ്നി പോയ ആൾ ഇപ്പോൾ ഇവിടെ ന്യൂസിൽ കൊടുക്കണ്ടല്ലോ. തീർച്ചയായിട്ടും എല്ലാ ചാനലും കൊടുക്കാം. നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, കോടതിയിൽ ഇപ്പം കേസ് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അതുകൂടെ ലൈവായിട്ട് നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം. അവരുടെ മോള്, അവരുടെ ബ്രദറ്, ഒരുപാട് പേര് അവരുടെ ഫാമിലിയിൽ നിന്ന് കഴിക്കുന്നു. അവരവരുടെ അയൽവക്കത്തുള്ള ആൾക്കാരെയും കൂട്ടി വരുന്നു. അങ്ങനെ ഒരു ഫാമിലി കൂടി ഉണ്ട്. ഇതാ ഇവരെ കിഡ്നിയാണ് പോയത്. അപ്പോ നടുക്കിരിക്കുന്ന നൗഫീറയുടെ കിഡ്നിയാണ് പോയത്. നൗഫീറയുടെ വലത്ത് വെച്ചിരിക്കുന്നത് നൗഫീറയുടെ ഉമ്മയാണ്. നിങ്ങളെ കിഡ്നിയാണ് ഇത് കഴിച്ചിട്ട് പോയത്?
എന്നിട്ട് പിന്നെയും ഫുൾ ഫാമിലിനെ കൂട്ടിട്ട് വന്നേക്കാം. എന്താ സംഭവം? സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പേര് നൂഫിറ, വയസ്സ് 38, സ്ഥലം കക്കാട്, ഇവിടെ കണ്ണൂർ തന്നെയാണ്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. മെയിനായിട്ട് ഇതിന് വന്നത് തന്നെ എൻ്റെ ആങ്ങൾക്ക് വേണ്ടിയിട്ട്. ആങ്ങളുടെ കിഡ്നി 2 ഡാമേജ് ആയി. ഇവിടെ വന്ന് കഴിച്ചിട്ടാ പോയത്? അല്ല, ആ ഫുഡ് എടുത്തിട്ടില്ല. നിങ്ങൾ ആങ്ങൾക്ക് കിഡ്നി കൊടുത്തു? ഞാനാ കൊടുത്തത്. അങ്ങനെയാണ് ഇവർക്ക് കിഡ്നി പോയത്? അങ്ങനെയാണ് ഓരോ കിഡ്നി പോയത്. ഡോക്ടർ വെയിറ്റ് കുറക്കാൻ പറഞ്ഞു. എല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് വെയിറ്റ് കുറക്കാൻ പറ്റുന്നില്ല. എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലവും ഉണ്ട്, അവിടെ പോയി നോക്കുന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ഇവിടെ വന്നേരം ഇവിടെ എൻ്റെ തെറ്റായ ഭക്ഷണ രീതി എൻ്റെ കോച്ച് എനിക്ക് പറഞ്ഞതാണ്. കോച്ച് പറഞ്ഞതനുസരിച്ച് ഞാൻ പോയി. 7-6 മാസം കൊണ്ട് എനിക്ക് 14 കിലോ വെയിറ്റ് കുറക്കാൻ പറ്റും. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പൊ 1 വർഷമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ആങ്ങളി ഹാപ്പിയാണ്. ഇവിടെ വന്ന് ഫുഡ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്തിട്ട് കിഡ്നി കൊടുത്തു. ഇപ്പോഴും ഫുഡ് കഴിക്കുന്നുണ്ട്? ഇപ്പോഴും ഞാൻ കഴിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലിയിൽ നിന്ന് ഉമ്മ കഴിക്കുന്നുണ്ട്, എൻ്റെ മോള് കഴിക്കുന്നുണ്ട്, ഉപ്പ കഴിക്കുന്നുണ്ട്, എൻ്റെ 3 വയസ്സുള്ള മോൻ കഴിക്കുന്നുണ്ട്. 3 വയസ്സുള്ള എല്ലാവരും കഴിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇങ്ങനെ കിഡ്നി പോയത്? പുറമെ കേൾക്കുന്ന നോക്കി ഇത് ഈ ഫുഡ് കഴിച്ചാൽ കിഡ്നി പോകുന്നതാണ്. നിങ്ങൾ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് കിഡ്നി കൊടുത്തു. അപ്പൊ ഡോക്ടറുടെ ഇതനുസരിച്ച് തന്നെയാണോ കിഡ്നി എടുത്തത്? ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഹെർബൽ ലൈഫ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു? ഡോക്ടർ എതിരൊന്നും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ എത്ര വർഷമായിട്ട് കഴിക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ 1.5 വർഷമായി. 1.5 വർഷമായി. ഇപ്പൊ നിങ്ങളിപ്പോ ഇതിന്റെ ഭാഗമാണോ? ഒരു ബട്ടണൊക്കെ കുത്തിട്ട് കാണുന്നുണ്ടോ? ഒരു ഭാഗമായി മാറി. ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗമായി മാറി. നിങ്ങളൊരു കോച്ചായി തുടങ്ങിയെന്നുള്ളത്. എങ്ങനെ തുടങ്ങാണ്ടിരിക്കല്ലേ? അടിപൊളി. ഞാനെടുത്ത റിസൾട്ട് നല്ല റിസൾട്ടാണ്. അല്ല, ഇത് ഞെട്ടിക്കുന്ന ഞാൻ കേട്ടിട്ട് വന്ന സംഭവം കിഡ്നി പോയിന്നാണ്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കിഡ്നി പോയിന്നാണ്. പക്ഷെ എങ്ങനെ ഒരാൾക്ക് ജീവൻ കൊടുക്കുക ചെയ്തല്ലേ? ആ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഹെർബൽ ലൈഫ് കഴിച്ചിട്ട് കിഡ്നി പോവല്ല, കിഡ്നി നമുക്ക് ദാനം ചെയ്യാം. അടിപൊളി. ഇത് മകളാണ്? മകളിപ്പോ എത്ര വർഷമായിട്ട് കഴിക്കുന്നുണ്ട്? എന്തിനാ കഴിക്കുന്നത്? അണ്ടർ വെയിറ്റ് കൂട്ടാൻ വേണ്ടിട്ടാ കഴിക്കുന്നത്. ഓഹോ, വെയിറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? ബാക്കി കുറെ പേരുണ്ടല്ലോ ഇവിടെ. ഇവരൊക്കെ ഇതേപോലെ എന്തെങ്കിലും അല്ലേ? അപ്പൊ ഉമ്മ എന്തിനാ ജോയിൻ ആയത്? ഷുഗറിനൊക്കെ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് എന്നുള്ള വേർഡ് നമുക്കില്ല. പിന്നെ ഉമ്മക്ക് ഷുഗർ ഉണ്ട്. അപ്പൊ ഷുഗർ മാറ്റാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. ഷുഗർ വരാനുള്ള സാഹചര്യം നമ്മുടെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഒക്കെ അരി കഴിച്ചാൽ, അരി എന്ന് പറഞ്ഞ സാധനം പുഴുങ്ങി വെച്ച പഞ്ചസാരയാണ്. അരിയായാലും ഗോതമ്പായാലും. അപ്പൊ ഈ പഞ്ചസാര കഴിച്ചിട്ട് നമുക്ക് ഷുഗർ ഇല്ലാണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഷേക്ക് ഫോർമാറ്റിൽ നമ്മൾ ഒരു നേരത്തെ ഫുഡ് ചെല്ലുന്ന സമയത്ത് അവരുടെ നോർമലി കഴിക്കുന്ന പുട്ടും കടലയോ അല്ലെങ്കിൽ എന്താണ് കഴിക്കുന്നത് ആ ഷുഗർ വരുന്നില്ല. അവിടെയാണ് ഷുഗർ കുറയുന്നത് അവർക്ക്. പിന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ബോഡിയിലുള്ള ഒരുപാട് ഫാറ്റ് കാരണം കുറയുന്ന സമയത്ത് ഷുഗർ കുറഞ്ഞോ? ഷുഗർ കുറഞ്ഞോ അമ്മ? എത്ര ദിവസമായി ഫുഡ് കഴിക്കുന്നു അമ്മ? 2 ആഴ്ചയായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ഷുഗർ ഒക്കെ എങ്ങനെയുണ്ട്? നോർമലാണ്. ഇതുപോലൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാനും ഇതിലേക്ക് ജോയിൻ ആവേണ്ടി വരുമല്ലോ? അല്ല, എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഇപ്പൊ ഇത്രയും പേർക്ക് കിഡ്നി കൊടുത്തു എന്നൊക്കെ പറയുമ്പോ പിന്നെ അതായത് നമ്മൾ പുറമെ ഇപ്പൊ ഒരാള് എന്താണോ പറയുന്നത് അതല്ല ഒരാൾ മറ്റൊരാളത്ത് പറയുമ്പോൾ കേൾക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിന്റെ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് കഴിക്കണം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ ക്വാളിഫിക്കേഷൻ നേരത്തെ വെച്ചു. അപ്പൊ കമ്പനി നിങ്ങൾക്ക് ഇങ്ങനെ ട്രെയിനിങ്സ് ഒക്കെ തരുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മളിപ്പോ എന്തൊരു സാധനം കൊടുക്കും ഇപ്പം അല്ലെങ്കിൽ ഹോർലിക്സും ബൂസ്റ്റ് ഒക്കെ കൊടുക്കുന്ന പോലെ അതേപോലെ ആ ഒരു ലാഘവത്തിലൂടെ കൊടുക്കുന്ന പറ്റുന്ന സാധനമാണോ? അല്ലല്ല, കമ്പനിന്റെ ഇൻഫർമേഷൻ തന്നെ ഓരോ ഭക്ഷണത്തിന്റെ ഓരോ ഫുഡിന്റെയും ബോട്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ കൃത്യമായിട്ട് അണ്ടർ ഗൈഡൻസിലേക്ക് കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ചിട്ട് മാത്രമേ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് ഇതിന്റെ മോള് എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നൗഫിറ എന്ന് പറഞ്ഞവര് വന്നപ്പം അവർ ചെയ്തത് അവരെ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ കഴിച്ചത്. പക്ഷെ ഈ ഫുഡ് കഴിക്കുന്നതിന് ഇപ്പൊ നോർമൽ ഉള്ള ഒരാൾ കഴിക്കുന്നതിന് ഡോക്ടറിന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾ ചോദിച്ചു, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തിനാ വന്നത് ഇവിടെ? ഇതേപോലെ ഷുഗർ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മുട്ടുവേദന ഉണ്ട്, പിന്നെ തൈറോയ്ഡ്, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗൂഗിളിൽ എന്തോ സെർച്ച് ചെയ്തപ്പോൾ സാറിന്റെ ഇതിപ്പോ വ്യാജ ചികിത്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് എടുക്കേണ്ടി വരുമല്ലോ. കേസ് എടുക്കാനൊക്കെ ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചികിത്സ എന്തെങ്കിലും ചെയ്തോ? ചികിത്സ ഒന്നും ചെയ്തു. മരുന്നെല്ലാം തന്നോ? ഇവിടെ മെഡിസിൻസ് ഒന്നുമില്ല. മെഡിസിൻസ് ഒന്നും ഈ ഫുഡ് തന്നെയാ തരുന്നത്. ഈ ഷുഗറിനും പ്രഷറിനും കിഡ്നി കൊടുക്കാനും തടി വെക്കാനും ഒക്കെ ഈ ഫുഡാ തരുന്നത്. ഈ ഫുഡ് തന്നെ കഴിച്ചാല് നല്ല എല്ലാ അസുഖങ്ങളും 95% മാറുന്നു. എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 70 വയസ്സായി. എത്ര വയസ്സായി? 70 70 വയസ്സായി.
70 വയസ്സുള്ളവർക്കും കഴിക്കാം. 70 90 വയസ്സുള്ളവർക്കും കഴിക്കാം. ഞാനിവിടെ വന്ന് 1.5 വർഷമായി. 1.5 വർഷമായിട്ടുണ്ട്. ഇതിങ്ങനെ ചില 1.5 വർഷം, നിങ്ങളിപ്പോ 4 വർഷമായി എന്ന് പറയുന്നു. അപ്പൊ ഇതിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കണോ? എന്താണ് ഇതിന്റെ കഴിച്ചോണ്ടിരിക്കുക? ഇത് എന്ന് പറയുന്ന സാധനം ഭക്ഷണമാണ്. നമുക്ക് ഭക്ഷണം എത്ര കാലം കഴിക്കണം? ഭക്ഷണം ഇപ്പൊ ഞാൻ മരിക്കുന്നവരെ എന്തായാലും ഭക്ഷണം കഴിക്കാം. ഈ ഭക്ഷണം ഭക്ഷണമാണ്, ഭക്ഷണമായിട്ട് കഴിക്കാമോ? അല്ലാതെ ഇത് നിങ്ങൾ പുറമേ നിന്ന് കേൾക്കുന്ന പോലെ വെയിറ്റ് കുറക്കാനോ വെയിറ്റ് കൂട്ടാനോ ഷുഗർ മാറ്റാനുള്ള സാധനമല്ല. ഇത് ഒരു നേരത്തെ ഭക്ഷണം, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ. ഇപ്പോ സയൻസിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, കണ്ണ് കാണാൻ വിറ്റാമിൻ എ വേണം. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കേട്ടു വിറ്റാമിൻ സിക്ക് വേണ്ടി എല്ലാവരും ഓടി, അല്ലെ? എല്ലാവരും വിറ്റാമിൻ സി 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 എന്ന് പറഞ്ഞിട്ട് ഓടി രോഗപ്രതിരോധത്തിലേക്ക്. അപ്പോ നമ്മൾക്ക് ഈ വേണ്ട സാധനങ്ങളൊക്കെ ഒരു നേരത്തേക്കുള്ളത്, എന്താ പറയാ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, റെയർ ഫ്രൂട്ട്സ്, ഹെർബ്സ്, ഇതിൻ്റെ അന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് ഓർത്ത് നോക്കിയാൽ മതി. നമ്മുടെ കൊപ്പരയില്ലേ, തേങ്ങ, നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ വീട്ടിൽ കുറേ തേങ്ങയുണ്ട്. ഞാനത് ഉണക്കി കൊപ്പരയാക്കി തൊട്ടടുത്തുള്ള മില്ലിൽ കൊണ്ടുപോയി നമുക്ക് 2 സാധനം കിട്ടും. എന്തൊക്കെയത്? വെളിച്ചെണ്ണ കിട്ടും, പിണ്ണാക്ക് കിട്ടും. വെളിച്ചെണ്ണ നമുക്ക് കുക്കിങ്ങിന് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിണ്ണാക്ക് ഒരു പരിധി വരെ നമുക്ക് വലിയ രീതിയിൽ ആവശ്യമില്ല, മാറ്റി അത് കളഞ്ഞു, അല്ലേ? സെയിം നമ്മളൊരു നേന്ത്രപ്പഴം മാർക്കറ്റിൽ ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനുള്ള വിറ്റാമിൻസും പിണ്ടി വർദ്ധിക്കുന്ന സംവിധാനം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ ഒരു സംവിധാനം 45 വർഷം മുന്നേ ഇംപ്ലിമെന്റ് ചെയ്ത കമ്പനിയാണ് ഹെർബൽ ലൈഫ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ നമ്മുടെ പ്രകൃതിയിലെ ഫ്രൂട്ട്സ് ഉണ്ടോ, അതിൻ്റെ അന്ന് വെജിറ്റബിൾസ്, അതിനൊക്കെ നമുക്ക് വേണ്ടുന്നതായ പോഷകാഹാരം എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ പൗഡർ ഫോർമായിട്ട് തന്നതാണ് ഈ ഫുഡ്. ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നെഗറ്റീവ്സ് കേട്ടിട്ടാണ് ഞാനും വന്നത്. അപ്പൊ എന്താണ് ഇതിനൊരു പരസ്യം ഇല്ലാത്ത? എന്താണ് ഇത് ഇത്രയും ഹെൽത്തി ആയിട്ട് ആളുകൾ ഇരിക്കുന്ന ഇവിടെ? അപ്പൊ എന്തുകൊണ്ട് ഇതൊരു സാധാരണ ജനങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നില്ല? കമ്പനിക്ക് 45 വർഷമായിട്ട് കമ്പനി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇതിനെ കുറിച്ച് അറിയുന്നത്. ഇപ്പൊ ഇത് കേട്ട ആളുകൾ വരുന്നു, ഇത് എടുക്കാൻ തയ്യാറാവില്ല. ഇത്രയും സംഭവം ഇത്രയും ആളുകൾ ഇവിടെ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു പറയും. അപ്പൊ എന്താണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് പരസ്യം ഇല്ലാത്തത്? ഞാനിവിടെ കുറെ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോനൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇവരൊന്നും ഇത് കുടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരസ്യം കമ്പനി കൊടുക്കാത്തത്? അതിനത് പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്, അതെന്താ ചെയ്യാത്തത്? അതായത് നമ്മൾ പരസ്യത്തിൽ കണ്ട ഏതൊരു സാധനം അത് വെറും പരസ്യം മാത്രം എന്തല്ല, അത് അതിന്റെ ഒരു 100% ട്രൂത്ത് ആവണമെന്നില്ല. പരസ്യം നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മുടെ കമ്പനിക്ക് എത്തിക്കൽ വാല്യൂ ഏറ്റവും കൂടുതൽ ഹൈ ലെവലിൽ പിടിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. കമ്പനി പറഞ്ഞിരിക്കുന്ന ഇതേ ഉള്ളൂ, കഴിച്ച ഒരാൾക്ക് മറ്റൊരാൾക്ക് കഴിക്കാൻ കൊടുക്കാം. അതല്ലാതെ കഴിക്കാതെ ഒരാൾക്ക് ഇത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പോൾ ഞാനൊരു കോടീശ്വരനാണ്, ഈ ഫുഡ് ഒരുപാട് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. എന്നാൽ ഞാൻ താഴെ ഒരു വലിയൊരു എക്സ്ക്ലൂസീവ് ഷോറൂം, ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ തുടങ്ങി ഇത് മാത്രം നിറയെ വെച്ചാൽ ഒരുപാട് ആൾക്കാരൊന്നും വാങ്ങിക്കില്ലേ? പക്ഷെ അങ്ങനെ ഒരാൾക്ക് ഒരു ലൈസൻസ് കമ്പനി കൊടുക്കുന്നില്ല. അങ്ങനെ പരസ്യം കണ്ടിട്ടോ അല്ലെ അതിന്റെ നിറവോ മണോ രുചിയോ അറിഞ്ഞിട്ട് ഒരാൾ ഈ ഫുഡ് വാങ്ങിക്കണ്ട. പകരം നിങ്ങൾക്ക് അറിയാവുന്നതല്ല, ഒരാളെ വിശ്വസിച്ച് ഒരു കോച്ചിന്റെ അണ്ടറിൽ സറണ്ടർ ആയി നിങ്ങളുടെ എല്ലാ ഈറ്റിംഗ് ഹാബിറ്റും മുന്നിൽ ഇരുന്ന് 1 to 1 ആയി പറഞ്ഞു കൊടുത്ത് ആ ലൈഫ് സ്റ്റൈലും ഈറ്റിംഗ് ഹാബിറ്റും ചേഞ്ച് ചെയ്യാൻ റെഡി ഉണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് കഴിച്ചാൽ മതി. നിങ്ങൾ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ താരങ്ങളെ എനിക്ക് കളർ വന്നു, എനിക്ക് വെയിറ്റ് കുറഞ്ഞു, ഒരു സിനിമാ താരം വന്നിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ് ന്യൂട്രീഷനുള്ള ആൾ വന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് കഴിക്കേണ്ടെന്നാണ് കമ്പനി പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ റൂം ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. റൂം തുറക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം നിങ്ങളോട് ഞാനിത് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എങ്കിൽ മാത്രം ഈ പ്രോഗ്രാം ചെയ്താൽ മതി. ഇവിടെയുള്ള സ്പോർട്സ് താരങ്ങളൊന്നും ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ ഈ സാധനം ചെയ്യണ്ട. അതാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കമ്പനി പരസ്യമില്ലാതെ ഈ സാധനം 1 to 1 ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഞാൻ പറയാം ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് പരസ്യം ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ്. ഒരുപക്ഷെ ഒരു ബിസിനസിന്റെ ഭാഗമായതുകൊണ്ടായിരിക്കല്ലേ പരസ്യമില്ലാതെ. ബിസിനസിനേക്കാളും കൂടുതൽ കമ്പനി മുറുകെ പിടിക്കുന്നത് അതിന്റെ എത്തിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുത്ത ഒരു പക്ഷെ നല്ല സെയിൽ ഉണ്ടായിരിക്കും. കമ്പനി സെയിലല്ല നോക്കുന്നത്. കമ്പനി ടാഗ്ലൈൻ തന്നെ വി മേക്ക് ദ വേൾഡ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ എന്നാ. ലിവ് യുവർ ബെസ്റ്റ് ലൈഫ്. ബെസ്റ്റ് ലൈഫ് ജീവിക്കണോ? നമുക്കൊരാളുടെ കോച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു പരസ്യം കണ്ട് ഒരു ഫുഡ് വാങ്ങിച്ച് കഴിച്ചാലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ 100% റിസൾട്ടോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയോ അത്ര എളുപ്പമാവില്ല. സത്യത്തിൽ പരസ്യത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ നൗഫീറിനെ പോലുള്ള ആളുകൾ കിഡ്നി കൊടുത്തു രണ്ടാളോട് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും ആളുകളുടെ വരും അല്ലേ? അപ്പം വളരെ സന്തോഷം നമുക്കൊരു കുറച്ച് സമയം അനുഭവിച്ചതിൽ. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. വേണ്ടി കാണാം. കുറച്ച് നാളായിട്ട് ഹെർബൽ ലൈഫ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നെഗറ്റീവ്സും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സാധനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള രീതിയിലാണ് വന്നത്. ഇവിടെ വന്നിട്ട് കിഡ്നി ഡൊണേറ്റ് ചെയ്ത ഒരു മഹാദാനത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ?
അപ്പം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ഓൾ മോൺസ്.